നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ്. അതായത് ലാലേട്ടൻ വന്നിട്ട് മസ്താനിയെയും പ്രവീണിനെയും എവിക്റ്റ് ചെയ്തിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം, മസ്താനിയെ എവിക്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. മസ്താനിയെ നാണം കെടുത്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതാണ് വളരെ കൃത്യമായിട്ട്. ഇതിലേറെ വലിയ ഭാഷയാണ് ഞാൻ പറയേണ്ടത്, കൂടിയ ഭാഷയാണ് പറയേണ്ടത്. പക്ഷേ ഇത് ഈ ഒരു ഒറ്റ സെൻറ്റൻസിൽ നിർത്തുന്നു. നാണം കെടുത്തി മസ്താനിയെ ഇറക്കി വിട്ടു, അല്ലെങ്കിൽ മസ്താനി നാണം കെട്ട് ഇറങ്ങിപ്പോയി. പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സംഭവമാണ് ഒനീലിൻ്റെ കേസ്. അത് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് ഇന്ന് ഒനീലിൻ്റെ അമ്മ വിളിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ബിഗ് ബോസ് ഡീൽ ചെയ്യുന്നത്, അതായത് കണ്ടസ്റ്റൻസിനെ പണി രൂപത്തിൽ ഡീൽ ചെയ്യുന്നതാണെങ്കിലും നല്ല രൂപത്തിൽ ഡീൽ ചെയ്യുന്നതാണെങ്കിലും എവിടേക്കോ ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ചില സിറ്റുവേഷൻസിൽ ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ അതാണ് അക്ബറിൻ്റെ ഉമ്മ അന്ന് വിളിച്ചിട്ടുള്ള സിറ്റുവേഷൻ, ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുള്ള സിറ്റുവേഷൻ. ഇന്ന് ഈ ഒരു ബെസ്റ്റ് ടൈമിലാണ് ഒനീലിൻ്റെ അമ്മ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ലാലേട്ടനെ സാറേ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചത് സത്യം പറയാലോ എനിക്ക് തന്നെ സങ്കടം വന്നുപോയി. എനിക്ക് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. കാരണം അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നമ്മളെ മകനെ ബാക്കിയൊക്കെ പോട്ടെ, അമ്മമാർക്ക് മക്കളെ അത്രയും വിശ്വാസമല്ലേ. ആ ഒരു സിറ്റുവേഷനിൽ എവിടുന്നോ വന്നിട്ടുള്ളൊരു സ്ത്രീ എന്തിൻ്റെയൊക്കെയോ പേരിൽ ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ഇങ്ങനൊരു മനുഷ്യനെ പബ്ലിക്കിൻ്റെ ഇടയിൽ ലോകത്തിന് മുന്നിലിട്ട് ക്രൂശിക്കുന്ന സമയത്ത് ആ അമ്മയെ സാക്ഷാൽ ലാലേട്ടൻ വിളിക്കുന്ന സമയത്ത് ഇതിലേറെ കൂടുതൽ എന്ത് വേണം. അടിപൊളിയായിട്ട് സംസാരിച്ചു കേട്ടോ ഒനീലിൻ്റെ അമ്മ. അതൊരു ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിച്ചു. അത് അത്രയും കോൺഫിഡൻസ് കിട്ടി. അതായത് മോനെ വിഷമിക്കേണ്ടെന്നുള്ള കരയല്ല, ഒനീലിനെ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടി. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ആ മനുഷ്യൻ ഇത്ര സ്ട്രോങ് ആവാൻ കാരണം എന്താ പറയുക, അയാൾ ഭയങ്കര സ്ട്രോങ് ആണ്. അയാൾ ഇത്ര സ്ട്രോങ് ആവാൻ കാരണം ബിക്കോസ് ഓഫ് ഹിസ് മദർ. ഞാൻ ഒനീലിൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇതിന് മുന്നേ ഇൻ്റർവ്യൂ വന്നിട്ട് എനിക്ക് ഇനി അതൊന്ന് കാണണം. കാരണം വെച്ചാൽ അത്രയും കോൺഫിഡൻ്റ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഫാമിലിയുടെ ആ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ്. നമുക്ക് അതിലേക്ക് വരാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരിയസ്ലി ഐ എം സോ ഹാപ്പി. കാരണം എന്താ വെച്ചാൽ മിസ്റ്റർ അല്ലല്ലോ, മിസ് മസ്താനി ദി അപ്കമിങ് ടെറർ കടയാടി മസ്താനി ഇന്ന് ഔട്ടായിട്ടുണ്ട്. കടയാടി മസ്താനിയെ പറഞ്ഞയക്കുന്ന ഒരു സീന് ഞാൻ പ്ലേ ചെയ്യും. സ്ട്രൈക്ക് അടിക്കില്ല എന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഈ ഒരു സീന് കാണിക്കാതെ വയ്യ. ടിറ്റ് ഫോർ ടാറ്റ് എന്നൊരു പരിപാടി ഉണ്ട് അല്ലേ. അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറഞ്ഞ പോലെ അത്ര നല്ല സംഭവമായിട്ട് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നില്ല. ഞാനും അതെ, മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഞാനും അങ്ങനെ അതിനെ അത്ര ഇത് തോന്നാറില്ല. പിന്നെ അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഒരു പക്ഷേ എല്ലാവരും ചോദിക്കുകയായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയായി. ഐ വാസ് സോ ഹാപ്പി. സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് ഇറ്റ്സ് പീക്കാണ്. 110% സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ആര്യൻ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ അല്ലെങ്കിൽ ആര്യൻ കാണിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിൽ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ന്യായീകരിക്കുന്നില്ല പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും അത് അത്ര നല്ല പരിപാടി അല്ല എന്ന് പറയുമെങ്കിലും മനുഷ്യ സഹജമായിട്ടൊരു സാധനം ഉണ്ട് ഉള്ളെന്ന്. കാരണം വെച്ചാൽ ഞാൻ ഇന്ന് മസ്താനി എവിക്റ്റ് ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത് അക്ബറിൻ്റെ റിയാക്ഷനാണ്. അക്ബറിൻ്റെ റിയാക്ഷന് പ്രത്യേകത ഉണ്ട് കേട്ടോ. അക്ബറിൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി അപ്പം എന്താ വെച്ചാൽ അവിടെ റെനിയും നൂറും എല്ലാം കൂടി കൈ കൊടുത്തിട്ട് ഒരു സിറ്റുവേഷൻ. കാരണം കഴിഞ്ഞ ആഴ്ച ബിന്നി ഇവരെല്ലാവരും കൂടി ആര്യനെ കൈ കൊടുത്തിട്ട് ആര്യൻ നേരെ പോകുന്നതും ആ പുലിക്കളിയുടെ മാസ്ക് മുഖത്തിട്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി സീനും കൂടി വെക്കാം. അതായത് ക്യാമറയുടെ മുന്നിൽ ബിന്നി എല്ലാവരും കൂടി വന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനും കൂടി ഉണ്ട് കേട്ടോ. ജിസേൽ ആ മാസ്ക് ജിസേലാണ് കൊണ്ടു കൊടുത്തിട്ടുള്ളത്. അവിടെ അക്ബറിൻ്റെ ആ ഒരു ജെന്റിൽമാൻ നേച്ചർ കണ്ടുട്ടോ. അക്ബർ വന്നിട്ട് മതിയടാന്ന് പറഞ്ഞു. ദാറ്റ്സ് വെരി നൈസ് ഓഫ് ഹിം കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ അക്ബറിൻ്റെ അന്നത്തെ ആ ഒരു മുഖം നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു സീനും കൂടി കേട്ടോ.
നല്ല രീതിയിൽ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. മസ്താനി പോയി. അപ്പാണ് മിസ് യു മുത്തേ. ഇതാണ് നമ്മുടെ കംബാക്ക്. അവള് ചെയ്തത്ര ഡ്യൂട്ടി. യെസ്, ഈ ഒരു സീന് കാണിക്കാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ദുന്മ എന്ന് പറയും. എന്താ ദുന്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയില്ല, അത്രയ്ക്ക് ദുന്മ എന്തായാലും വാക്കുകളില്ല. അത്രയ്ക്ക് ദുന്മാണ് അന്ന് മസ്താനി കാണിച്ചിട്ടുള്ളത്. ചീപ്പ് ഷോ കാണിച്ചതിന് ഒരാഴ്ച കൊണ്ട് തന്നെ പ്രതികാരം കിട്ടി. ഹാപ്പി ആയിട്ടുണ്ട്. എന്തായാലും അപ്പാനി ഇപ്പോൾ എവിക്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ആയിരുന്നില്ല. ആ ഒരു സമയത്ത് പോകേണ്ട ആളല്ല. എനിക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയായിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു സമയത്ത് പോകേണ്ട വ്യക്തി ആയിരുന്നില്ല അപ്പാനി. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും പോട്ടെ, അതങ്ങനെ കഴിഞ്ഞ വിഷയം. ഇനി നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാണ്ട്. ഒനീലിൻ്റെ ഇഷ്യൂലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒനീലിനോട് ഫസ്റ്റ് വിളിച്ച് ചോദിച്ചു. ഹീ സ്പോക്ക് വെരി ബ്യൂട്ടിഫുള്ളി. അത് നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. മിസാൻഡ്രി, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഒനീൽ സംസാരിച്ചിട്ടുള്ളത്. മസ്താനിയോട് ലാലേട്ടൻ മസ്താനിയല്ല ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, 50 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ബസ്സിൽ പോലും യാത്രയുള്ളൂ. കേരളത്തിൽ ഏത് ബസ്സിലാണ്? അതിന് EMI എവിടെ? എനിക്കറിയാം ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ എവിടുന്ന് വന്നു? ഇതിനൊക്കെ എവിടുന്ന് കൊണ്ടുവന്നു? ഇതിനൊക്കെ എന്തിനു കൊണ്ടുവന്നു? എന്തിന്? മറ്റേ അയ്യപ്പ കൊയിലോ എന്നുണ്ട്, പൗലോ കൊയിലോ അയ്യപ്പ കൊയിലോ ആ ഒരു പടമുണ്ടല്ലോ, അതിൽ മിഥുൻ പിന്നെ കുഞ്ചാക്കോ ബോബനോട് ചോദിക്കുന്ന സീനുണ്ട്. എന്തിനതിനൊക്കെ കൊണ്ടുവന്നെന്ന് തോന്നിപ്പോകുന്നുണ്ട്. സോറി, എൻ്റെ ത്രോട്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ശബ്ദത്തിന് ക്ഷമിക്കും. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഓരോരുത്തരോടും ഒനീലിനെ കുറിച്ച് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയും, ഇപ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് ബിഗ് ബോസ് ലാലേട്ടനിലൂടെ കണ്ടസ്റ്റൻറ്റിൻ്റെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്നത് എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇന്നൊരു സംഗതി ഉണ്ടായതുകൊണ്ട് അതിനോട് ഇഷ്ടം തോന്നിയിട്ട് പറയുകയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ജിസേലിനോട് ചോദിച്ച സമയത്ത് ജിസേൽ പറഞ്ഞാൽ 40 days എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഹിസ് എ ട്രൂ ജെന്റിൽമാൻ എന്ന് പറഞ്ഞു. ട്രൂ ജെന്റിൽമാൻ, സേഫസ്റ്റ് പേഴ്സൺ ടു ബി വിത്ത്. അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരാളുടെ കൂടെ എത്രത്തോളം സുരക്ഷിതത്വം തോന്നണമോ അത്രയും സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒനീലിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഒനീലിന് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം ചെയ്തിട്ട് ഞാൻ പറയാലോ, ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഷാനവാസിനോട് ചോദിച്ചു. പിന്നെ ഷാനവാസ് പറഞ്ഞ വലിയൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. അതായത് ഈ മസ്താനി ഇത് പറഞ്ഞ സമയത്ത്, അതായത് മസ്താനി പറഞ്ഞ സമയത്തല്ല, ഈ ഒരു സംഭവം അവിടെ ലാലേട്ടൻ അവിടെ കാണിച്ചല്ലോ, പ്ലാസ്മ TV കാണിച്ചെന്നാണ് ഇവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഇങ്ങനെ തട്ടിത്തറിഞ്ഞ് പോകണം, വളരെ കൃത്യമായിട്ട് അറിയാം. അയാൾ ചോദിച്ച ചോദ്യമുണ്ട്, പിന്നെ അയാൾ എന്ത് ചെയ്യും? വീഴാൻ പോകുന്ന ആൾ എന്ത് ചെയ്യും? സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ ചോദിച്ചതല്ല. അയാൾ എന്ത് ചെയ്യും? പിടിക്കേണ്ട അയാൾ എവിടെയെങ്കിലും പിടിച്ചു പോവില്ലേ? അത് അയാളുടെ റിഫ്ലെക്സ് അല്ലേ? പിന്നെ എന്താ അയാൾ ചെയ്യേണ്ടത്? അയാൾ എന്ത് ചെയ്യണമായിരുന്നു? അപ്പോൾ അയാൾ പിടിക്കുമ്പോൾ അയാൾ ചിന്തിക്കണം എത്ര പ്രസ് ചെയ്യുക, എങ്ങനെ പ്രസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതിനെ പറയുന്നത്, ഇവർ തീരുമാനിക്കട്ടെ, ലെറ്റ് ദം ഡിസൈഡ് ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അക്ബർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ആ ഒരു ബാഡ് ടച്ച് ആയിട്ട് അപ്പോൾ ഫീൽ ചെയ്യുന്നെങ്കിൽ അവിടെ മസ്താനി ചിരിക്കുകയാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു എക്സ്പ്രഷൻ അറ്റ് ദാറ്റ് മൊമെൻറ്റ്, മസ്താനിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഷീ വാസ് ലൈക്ക് എന്താ പറയുക, അവർക്കൊരു പ്രോബ്ലമായി തോന്നിയില്ല. മനസ്സിലായോ? ഒന്നത്. പിന്നെ അക്ബറിനോട് ചോദിച്ചു, ചെറിയ ഉള്ളി സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നമാക്കിയിരുന്ന ഞാൻ വലിയ കേസും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടിരുന്നു ലക്ഷ്മി. ഇത്രയും വലിയൊരു ചീഞ്ഞ കേസ് കരുതി കൂട്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല. അങ്ങനെ പറഞ്ഞു. അതായത് കരുതി കൂട്ടിയിട്ട് ഒരാൾ വീഴാൻ പോകുന്ന സമയത്ത് കരുതി കൂട്ടി പിടിക്കുക, അത്രയും. അതായത് ഒരു മനുഷ്യൻ തട്ടിത്തടഞ്ഞ് വീഴുമ്പോൾ പോലും അടുത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അതിന് വേറൊരു രീതിയിൽ പ്രാപിക്കുന്ന ഒരു മനുഷ്യനാക്കിയിട്ട് അതിനെ ചിത്രീകരിച്ച മസ്താനിക്ക് പണി കൊടുത്തു നാട്ടുകാർ. അതിന് കൂടെ നിന്നിട്ട് ലക്ഷ്മി കൗണ്ട് ഡൗൺ 7 days. ഇനി അഭിലാഷ്, ലക്ഷ്മി പക്ഷെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ, മാക്സിമം. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് വേദലക്ഷ്മിയുടെ തനി നിറം. ഇനി വേദലക്ഷ്മി ഇതുവരെ കാണിച്ചതല്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫേക്ക് ഗെയിം, ഫേക്കായിട്ട് അഭിനയം. അഭിലാഷിനോട് ചോദിച്ചു. പിന്നെ അഭിലാഷ് സംസാരിച്ച സമയത്ത് തന്നെ ഭയങ്കര കയ്യടി. അവിടെ ഞാൻ ഉണ്ടായിരുന്നു സാർ, അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് പല ആൾക്കാരും പുറത്തുനിന്ന് കയ്യടി വരികയാണ്. കാരണം വെച്ചാൽ ദാറ്റ്സ് വാട്ട് പീപ്പിൾ വാണ്ട് ലാലേട്ടൻ ടു ആസ്ക്. ലാലേട്ടൻ്റെ അടുത്ത് ഈ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ റെന പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, റിഫ്ലെക്സ് ആണ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു റിഫ്ലെക്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രവീൺ പറഞ്ഞിട്ടുള്ള സംഭവം, പ്രവീൺ എവിക്റ്റായി. പക്ഷേ പ്രവീണിനോട് ചോദിച്ചിട്ടുള്ള സംഭവമുണ്ട്, അവർക്ക് എന്താ പറയുക, പ്രിവസി എന്താ പറയുക, ചില ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, സ്വകാര്യത, അത് സ്വകാര്യമായിട്ട് ചോദിക്കുക എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവർ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, ക്ലാരിറ്റി കിട്ടണമായിരുന്നു എന്നാണ് പ്രവീൺ പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യമായിട്ട് മസ്താനി ചോദിച്ചു, എന്ത് ക്ലാരിറ്റിയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒനീലിനോട് സ്വകാര്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് ഒനീൽ എന്ത് പറയും? ഞാൻ അവളെ മനഃപൂർവ്വം പിടിച്ചമർത്തിയതാണെന്ന് ഒനീൽ പറയൂ. അല്ലെങ്കിൽ സപ്പോസ് ഇൻ കേസ് അയാൾ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ അതാണോ അയാളൊക്കെ ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അയാളോട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും അബ്സേർഡ് ആയിട്ടുള്ളൊരു കാര്യം വേറെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് പ്രവീണൊക്കെ, ഇവനൊക്കെ എന്ത് മനുഷ്യനെ അത് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു എന്ന്.
അപ്പോൾ അയാൾ എന്താ പ്രവീൺ പറയുക, അയാളതല്ല എനി പേഴ്സൺ വുഡ് ഡു ദാറ്റ് ഓൺലി അല്ലേ. ഇവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഒനിയിൽ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തായാലും വല്ലാത്തൊരു കഥ. പിന്നെ ജിഷിൻ പറഞ്ഞിട്ടുള്ള വലിയൊരു പോയിന്റാണ്, ജിഷിന് പേടി തോന്നുന്നു. ജിഷിനോട് ചോദിച്ച സമയത്ത് ജിഷിൻ പറയാണ് എനിക്ക് പേടി തോന്നുന്നു ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം നാളെ അവർ വേറെ എന്തെങ്കിലും അലിഗേഷൻ കൊണ്ടുവരും. നാളെ അവർ മുന്നാമ്പുറം കാണിച്ചാൽ ഇന്നൊരു അടുക്കള കാണിച്ചു എന്ന് പറഞ്ഞാൽ നാളെ അവർ വേറെ വല്ല പരിപാടിയും കൊണ്ടുവരില്ലേ അല്ലേ. പിന്നെ അനുമോൾ അതിൻ്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു, മസ്താനി ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ മസ്താനിൻ്റെ ഒരു കോണ്ടന്റ് ആണ് എന്നുള്ള കണ്ടീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മസ്താനി ഇങ്ങനെ തലക്കാട്ട് എങ്ങനെയാണ് തലാട്ടിൽ ഇങ്ങനെ ഒരു തലാട്ടിലുണ്ടല്ലോ, എന്തോ ഒരു തലാട്ടിലുണ്ട് എന്തായാലും. പിന്നെ ലാലേട്ടൻ്റെ അവസരമായിരുന്നു. കുടുംബത്തിനെ തൊട്ടിട്ടാണ് ഈ ലക്ഷ്മി വളരെ മോശമായ ഭാഷ, ഏറ്റവും മോശമായ ഭാഷ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിക്കുന്നത് ലക്ഷ്മിയാണ്. നീഡ് നോട്ട് ബി തെറി പറയണമെന്നില്ല. മോശമായ ഭാഷ ക്യാൻ ബി എനിത്തിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു യുവർ ഫാമിലി. നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ കുടുംബം എന്ന് പറഞ്ഞ വാചകത്തിൽ എടുത്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ. കാരണം വെച്ചാൽ അവർ ഈ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും ഭീരുക്കളായിട്ടുള്ള വ്യക്തികളാണ്. കാരണം എന്താ വെച്ചാൽ നേർക്ക് നേരെ സംസാരിച്ച് നിങ്ങളെതിരെ നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞ് ജയിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർക്ക് ഏറ്റവും തരം നാണം കെട്ട ഭീരുത്വമായ പ്രവൃത്തിയായിട്ടുള്ള കുടുംബത്തിനെ വലിച്ചഴക്കുന്നത്, അതായത് കുടുംബത്തിൽ പിറക്കാത്തവൻ, കുടുംബത്തിൽ കയറ്റാത്തവൻ, ഈ കുടുംബം ലാലേട്ടൻ കറക്റ്റിന് കൊടുത്തു. ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഇന്നലത്തെ കാര്യം ആലോചിച്ചു, ഇന്നലെ അത്രയും സ്ട്രെങ്ത്തിൽ കൊടുത്തിരുന്നല്ലോ. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒനിലിൻ്റെ അമ്മ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, സങ്കടം വന്ന് നന്നായി സംസാരിച്ചു. ഷീ സ്പോക്ക് വെരി വെരി ബ്യൂട്ടിഫുള്ളി. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നെവിനോട് അപ്പോൾ ഒനിലിൻ്റെ വിഷയം അവിടെ തീർന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം, ഈ നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് കുറച്ച് അരോചകമായി ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആസ് എ നിഷ്പക്ഷ റിവ്യൂവർ ഓഫ് എ BBA ഷോ, അതായത് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്നുള്ള കണ്ടീഷനിൽ നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാതിൻ്റെ കാര്യങ്ങൾ പലതും ഞാൻ എൻജോയ് ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഹി ഹാസ് മെയ്ഡ് ഇറ്റ് ടു ബി ലൈക്ക് അവൻ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് അവൻ്റെ കുറച്ച് എൻ്റർടൈനറായിട്ട് ഞാൻ അവൻ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ എവറി ടൈം ജോക്കിങ് ആൻഡ് ഓൾ ഇത് സുഖമുള്ള കാര്യമല്ല. എല്ലാ പ്രാവശ്യവും ഇത് തമാശയാണ്. ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് തമാശ, ഇവൻ എവിടെയെങ്കിലും സ്വപ്നം കണ്ടിരിക്കുക, നിൽക്കുന്ന സമയത്ത് കോമഡി പറയുക, എനിക്കെന്തോ ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. സം ടൈംസ് ഇൻ ലൈഫ് യു ഹാവ് ടു ബി സീരിയസ്. അതൊരു ആവശ്യമാണ്. സിറ്റുവേഷൻ ഡിമാൻഡ്സ് എന്ന് എനിക്ക് തോന്നുന്നു. സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ചൊന്ന് സീരിയസ് ആവണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അനീഷിനോട് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ അനീഷ് സംസാരിക്കുമ്പോൾ ആ ഒരു വെസലിൻ്റെ ഇഷ്യൂസ് വെച്ച് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ ആക്ഷനാണ് ആര്യൻ കാണിക്കുന്നത്. പക്ഷെ ഞാൻ ആര്യനെ സത്യം പറഞ്ഞ ആര്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് റെനയോട് ചെയ്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ എപ്പിസോഡിൽ ആര്യൻ ഇഷ്ടപ്പെട്ടു ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആര്യൻ ഈ അപ്പാനിക്ക് വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു സംഗതി അത് മാത്രം. പക്ഷേ അപ്പോൾ എന്ന് വെച്ചാൽ ഈ അനീഷ് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുക. പിന്നെ അനുമോൾ നീച്ചിട്ട് പുള്ളിക്കാരൻ, അനുമോളുടെ ക്യൂട്ട്നെസ്, അനുമോളുടെ നന്മേനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. കാരണം എന്താണെന്നറിയോ, ഇവർ പുലിക്കളി തുള്ളിയതിനെ പറ്റി, മസ്താനി ഔട്ടായ സമയത്ത് പുലിക്കളി തുള്ളിയതിനെ പറ്റി അനുമോൾ ഇരുന്ന് നന്മമരം പ്രസംഗിക്കുന്നുണ്ട്. അനുമോൾ പുറത്തേക്ക് കുടുംബ പ്രേക്ഷകർക്ക് നന്മ വാരി വിതറുന്ന ഒരു ചെറിയൊരു സെഷൻ ഉണ്ടായിരുന്നു അനുമോളുടെ വക. സ്പെഷ്യൽ സെഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ പെർഫോമൻസ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നന്മ ഇൻ ബിഗ് ബോസ് ഹൗസ്. എന്തായാലും പിന്നെ ജിസേലിൻ്റെ ചായ പ്രശ്നം ഫേവറിറ്റിസം കാണിക്കുന്നു എന്നുള്ള സംഗതി വെച്ചിട്ട് എന്തായാലും ജിസേലിന് ഈ ഫേവറിറ്റിസം കാര്യങ്ങളൊന്നും കാണിക്കേണ്ട. ജിസേലിൻ്റെതായ കളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു ഹിൻ്റ് ആയിരിക്കണം കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ജിസേലിനെ പോലൊരു മത്സരാർത്ഥി, ഒരു മുൻ ഹിന്ദി ബിഗ് ബോസ് താരം എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ, ഒരു ഇഞ്ചറി കാരണം പുറത്തു പോയതാണല്ലോ വൈൽഡ് കാർഡായിട്ട് കയറിയതിന് ശേഷം. ഷീസ് ഗോട്ട് എ പൊട്ടൻഷ്യൽ ടു ഡു ഇറ്റ്. അവർ വളരെ ഹ്യൂമാനിറ്റി കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. ഇനി അവരെന്ത് ചെയ്യണം, അവർക്ക് ഏറ്റവും വലിയൊരു ബേർഡൻ അവരുടെ ഹ്യൂമാനിറ്റി ആയിരിക്കും. കാരണം വെച്ചാൽ അവർക്കൊരു വലിയൊരു ബാധ്യതയാണ് ഇനി. കാരണം എന്താണെന്നറിയോ, ഇനി അവർ ഹ്യൂമാനിറ്റി ഇത്രയധികം ഹംദർദി എന്ന് പറയും ഹിന്ദിയിൽ അല്ലേ, കരുണ, ഇതൊക്കെ മറ്റുള്ള ഫെലോ കണ്ടസ്റ്റൻസിനോട് പോലും ഭയങ്കര നല്ല രീതിയിൽ വിചാരിക്കുന്ന പിന്നെ ജിസേൽ ഇനി പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇതുവരെയുള്ള കളിച്ച് ഫേക്കാന്ന് പറയും, അല്ലെങ്കിൽ ഇനി കാണിക്കാൻ പോകുന്നത് ഫേക്കാന്ന് പറയും. അപ്പോൾ ജിസേലിനെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആണ് ഇനി സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ട് ചേഞ്ച് ചെയ്ത് കളിക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് വിഷയം, അയ്യോ ഞാൻ അത് അറിഞ്ഞിരുന്നില്ല കേട്ടോ, എന്നോട് കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതായത് മസ്താനി ആര്യനെ പുഷ് ചെയ്തിട്ടുള്ള അനുമോളുടെ മേലേക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എന്താ, ഞാൻ ആ പുഷ് ചെയ്ത കാര്യം ഞാനാണ് ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഐ ഡിഡ് നോട്ടീസ്. ലൈക്ക് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. എന്നോട് കമൻസിൽ ആൾക്കാർ പറഞ്ഞിരുന്നു അത് ആര്യൻ പറഞ്ഞ് പുഷ് ചെയ്യിപ്പിച്ചെന്ന്. ദാറ്റ്സ് വെരി ബാഡ് ഓഫ് ആര്യൻ, വെരി ബാഡ് ഓഫ് മസ്താനി. അയ്യേ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. നീ ഞാൻ മേടിക്കുന്ന പുഷ് ചെയ്യുന്ന പറയുക. എന്താ പറയുക, ഇവരൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സാധനമല്ല കോണ്ടൻറ്റ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു സംഭവം അല്ലേ.
പുഷ് ചെയ്യുന്ന സിറ്റുവേഷൻ അത് ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് മസ്താനിനെ ആർക്കും തൊടാൻ പാടില്ല. മസ്താനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആര്യനെ തൊട്ട് ഉന്തി അനുമോള മേലേക്ക് തൊടിച്ച് വീഴിപ്പിക്കാനുള്ള പരിപാടി ചെയ്യാം. വെരി ബാഡ്. നീ പറയണ്ട, പുറത്ത് വന്നിട്ട് ഇൻ്റർവ്യൂവും പരിപാടികളൊക്കെ എടുത്തിട്ട് മസ്താനി അമ്മായി എടുത്ത് ജീവിക്കൂ അല്ലേ? അതൊന്ന്. പിന്നെ സാബുമാനെ വിളിച്ച് നീപ്പിച്ചു. സത്യം പറയാൻ യവനൊക്കെ എന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് എഴുതിയിരിക്കുന്നു, യവനൊക്കെ എന്തിന് വീണ്ടും എന്തിന്? സാബുമാൻ, വൈ ദ ഹെൽ ഇസ് ഹി ദേർ? ഐ ഡോണ്ട് നോ. സാബുമാൻ എന്തിന്? ഞാൻ പ്രവീണിൻ്റെ വിക്ഷനിൽ ഷോക്ക്ഡ് ആണ് കേട്ടോ, സർപ്രൈസ്ഡ് ആണ്. ഷോക്ക്ഡ് ഇൻ ദ സെൻസ് ലൈക്ക് പ്രവീൺ ഇപ്പോൾ അവസാനം വരെ നിൽക്കേണ്ട ഗെയിമറാണെന്ന് ഞാൻ പറയുന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ എനിക്ക് പലപ്പോഴായിട്ട് അരോചകമായി ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഹീ ഈസ് ഡൂയിങ് സംതിങ് ദർ. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇവനെ എവിക്റ്റ് ആയ സമയത്ത് അവനോട് പോയി എന്ന് പറയുന്നത് കേട്ടു. കാരണം എന്താ വെച്ചാൽ ബീൻ ബാഗിൽ വെറുതെ ഇരിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കുക, PR ഉള്ളവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കുക, ക്യൂട്ട്നെസ് വാരി വിതറുന്ന മിണ്ടാതിരിക്കുന്ന ഒരു പരിപാടിയും ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നവർക്ക് നിങ്ങൾ ഒരിക്കലും വോട്ട് കൊടുക്കാതിരിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എത്ര ഫേവറേറ്റ് ആളാണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഗെയിം ഷോ ആണ്, അത് ചെയ്യാതിരിക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആൾ പുറത്തിരുന്നിട്ട് പല സംഗതികളും ചെയ്യുന്നതിനായിരിക്കാം. അവർ സിനിമ, സീരിയൽ, കായികം, പാട്ട് എല്ലാ രംഗങ്ങളിലും വളരെ നല്ല രീതിയിൽ ശോഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർ അതേ മേഖലയിൽ തന്നെ അവർ ആ കണ്ടിന്യൂ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് അവർ പുറത്ത് ഉള്ളിൽ വന്നിട്ട് ആ ഫെയിമിൻ്റെ പേരിൽ ഉള്ളിൽ വന്നിരുന്നിട്ട് മിണ്ടാതിരിക്കുന്ന, ക്യൂട്ട്നെസ് വാരി വെതറി മിണ്ടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തത്വമൊക്കെ പറഞ്ഞാൽ അവിടെ ജോലി അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ദയവ് നിങ്ങൾ വോട്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാതിരിക്കും. അത് നിങ്ങൾ മറ്റുള്ള കണ്ടസ്റ്റനോട് ചെയ്യുന്ന അനീതിയാണ് അല്ലേ? അപ്പോൾ പ്രവീണിൻ്റെ എവിക്ഷൻ്റെ വിഷയം എത്രയേ ഉള്ളൂ. എനിക്ക് എന്തിനാണ് ഇവനെ എവിക്റ്റായി പോയത് എന്നുള്ളത് ഇപ്പം റീസൺ എന്ന് വെച്ചാൽ ലക്ഷ്മി ഈസ് ദെയർ. ഒരുപാട് പേര് ഇതിനേക്കാൾ കൂടുതൽ ഹെയ്റ്റ് ചെയ്യുന്ന ലക്ഷ്മി അവിടെ ഉണ്ട്. എനിക്കറിയില്ല ലക്ഷ്മിക്ക് എന്തെങ്കിലും ഹോൾഡ് ഉണ്ടോ? എന്താ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ വയ്യ. ബിക്കോസ് ദാറ്റ് വിൽ ബി അഗെയിൻസ്റ്റ് ദി തിങ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറയാൻ വയ്യ. പക്ഷേ ലക്ഷ്മിക്ക് എന്തൊക്കെയോ ഹോൾഡ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി ഇത്രയും ദിവസം അവിടെ നിൽക്കണോ? ഇങ്ങനെയൊക്കെ പരിപാടികൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പ്രവീൺ പോയിട്ട് ലക്ഷ്മി അവിടെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ശരിയല്ലേ? ശരിയാണ്, കോണ്ടന്റാണ് ലക്ഷ്മി ഉണ്ടാക്കുന്നത്. പക്ഷേ ദാറ്റ്സ് ലൈക്ക് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ ഇഷ്ടമാണ് ഇതിൽ മാറ്റർ ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ തുടക്കം തൊട്ടേ ഉണ്ടാക്കുന്ന ലക്ഷ്മിയെ എങ്ങനെ ആൾക്കാരവിടെ നിർത്തുന്നു? ആര് നിർത്തുന്നു ലക്ഷ്മിയെ? ഈ വോട്ട് ചെയ്യുന്നതൊക്കെ ജനങ്ങളല്ലേ, നിങ്ങൾ തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്, നമ്മളല്ലേ വോട്ട് ചെയ്യുന്നത് അല്ലേ? അറിയില്ല എന്തിനാണ് ഇപ്പോഴും അല്ല ലക്ഷ്മി സാബുമാൻ നിന്നിട്ട് ഈ ആഴ്ച പ്രവീൺ പോകുന്നു എന്നുള്ള കാര്യം മേ ബി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ തെറ്റും ശരിയുള്ള പ്രശ്നത്തേക്ക് പറഞ്ഞു. തെറ്റും ശരിയും കണക്കാക്കുന്ന സംഭവം. അതിൽ ഫസ്റ്റ് ഒനിയിൽ പറഞ്ഞത് നിൽക്കണ്ട എന്ന് തോന്നുന്ന ആൾ നിൽക്കണം എന്ന് തോന്നുന്ന ആൾ. ഒനിയിൽ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ലക്ഷ്മിയാണ് നിൽക്കണ്ട എന്ന് തോന്നുന്നത്. ഒനിയിൽ പറഞ്ഞിട്ടുള്ള റീസൺ എന്താണ്? ഇതൊരു റീഹാബ് സെൻറ്റർ അല്ല. അടിപൊളി എക്സ്പ്ലനേഷൻ. ദിസ് ഇസ് നോട്ട് എ റീഹാബ് സെൻറ്റർ. അതായത് ഇതൊരു കറക്ഷൻ ഹോം അല്ല. റീഹാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റീഹാബിലിറ്റേഷൻ എന്താ ഇനി മലയാളത്തിൽ പറയുക? ഈ മദ്യപാനമൊക്കെ നിർത്താൻ പോകുന്നത് പെട്ടെന്ന് അറിയാനിട്ടാണ് കേട്ടോ. പക്ഷെ മീൻസ് അറിയാനിട്ടല്ല, പെട്ടെന്ന് നാക്കിൽ വരാനിട്ടാണ്. അപ്പോൾ റിഹാബ് അല്ല ഇത്. പിന്നെ പറഞ്ഞത് സോറി കേട്ടോ, ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ല. അതായത് ഈ ട്രോമയൊക്കെ കൊണ്ടുവന്ന് കളയാൻ പറ്റില്ല റിഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ല. പിന്നെ ഇവിടെ വേണമെന്ന് വിചാരിക്കുന്ന ആൾ അഭിഷേകാണ്. പിന്നെ അടുത്തത് നോറയോട് ചോദിച്ച സമയത്ത് ഇവിടെ നിൽക്കണ്ട എന്ന് തോന്നിയിട്ടുള്ളത് ലക്ഷ്മി തന്നെ. അതായത് തൊടട്ടെ, അതാണ് ആ തെറ്റ് ഒട്ടിക്കുന്ന സമയത്ത് എല്ലാവരും ഞാൻ തൊട്ടോട്ടെ എന്ന് വെച്ചാൽ ഇനി തൊട്ടിട്ട് വല്ല ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ. നോറ പറഞ്ഞു ലക്ഷ്മിനെയാണ് നിൽക്കേണ്ടത്, ആദിൽ തന്നെയാണ്. ഷാനവാസ് അത് അടിപൊളിയായിട്ട് സംസാരിച്ചു. ഷാനവാസ് പറഞ്ഞു ടാസ്കിൽ വളരെ വീക്കാണ് ലക്ഷ്മി, വെപ്രാളാണ്, ഒനിയലിൻ്റെ ഇഷ്യൂ, കിച്ചൺ ഇഷ്യൂ, ഇതെല്ലാം കൊടുത്ത് ലക്ഷ്മിനെയാണ് ആ ഒരു തെറ്റ് ഇട്ടത്. ഗുഡ് ഗെയിമറായിട്ട് ഷാനവാസ് കണക്കാക്കിയിട്ടില്ല, ആദിൽ തന്നെയാണ്. പിന്നെ ജിഷിൻ, റെന കുത്തിത്തിരിപ്പ്, അർഹതല്ല ഇവിടെ നിൽക്കാൻ, ആര്യനാണ് നിൽക്കേണ്ട ആൾ. പിന്നെ ജിസേൽ പറഞ്ഞതാണ് വളരെ വാലിഡ് ആയിട്ടുള്ള. ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഡെഫിനറ്റ്ലി ലക്ഷ്മിനെ തന്നെ പറയുള്ളൂ. പക്ഷേ മസ്താനിനെ പറഞ്ഞ ജിസേലിനാണ് എൻ്റെ വോട്ട്. റീസൺ എന്താണെന്നറിയോ? അതായത് അവൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അപ്പാനി പോയ സമയത്ത് ചിരിച്ചു, വളരെ ക്ലിയർ പോയിന്റ്. അത് പിന്നെ വീണ്ടും അത് എടുത്തിട്ടൊരു സിറ്റുവേഷൻ വന്നു. അതായത് എന്താ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുമില്ല, പ്രവീൺ എവിക്റ്റായ സമയത്ത് മസ്താനി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് വൈൽഡ് കാർഡായിട്ട് ഉള്ളിലേക്ക് കയറി വന്ന് വെറും 2 ആഴ്ച മാത്രം അതിനുള്ള ഹൗസിനുള്ളിൽ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇവർ പുറത്ത് അത്രയും കട്ടയായിരിക്കണം. അല്ലാത്ത സിറ്റുവേഷനിൽ ഒരുമിച്ച് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന് നിന്നിട്ട് വെറും 2 ആഴ്ച മാത്രം പരിചയപ്പെട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തി ആയിട്ടുള്ള പ്രവീൺ പോകുന്ന സമയത്ത് കരഞ്ഞിട്ടുള്ള മസ്താനി, അതിൻ്റെ മുന്നത്തെ ആഴ്ച അത്രയും ക്ലോസ് ആയിട്ടുള്ള അപ്പാനി അക്ബർ കൂട്ടുകെട്ടിൽ അതിൽ അപ്പാനി അന്ന് എവിക്റ്റായി പോകുന്ന സമയത്ത് അത്രയധികം കൈ ഒട്ടിച്ചിരിച്ചു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ തെറ്റിട്ടു.
വളരെ കൃത്യമായിട്ട് ജിസേൽ പോയിന്റ് ഔട്ട് ചെയ്തു. അത് വെരി ഗുഡ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒനീലിൻ്റെ ഇഷ്യൂവിൽ റൂട്ട് കോസ്, അതായത് ഒനീലിൻ്റെ ഇഷ്യൂവിൻ്റെ മൂല കാരണം മസ്താനിയാണെന്ന് സത്യമാണ്. പലപ്പോഴും ജിസേലിന് തോന്നിയിട്ടുണ്ട് ഗെയിം സ്ട്രാറ്റജി. ഈവൻ ഐ ടു ഫെൽറ്റ് അവർ ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ളത്. പിന്നെ ആര്യൻ ആക്റ്റീവായിട്ടുള്ള സംഭവം. ഓക്കെ, പിന്നെ ഒനീലിൻ്റെ മാപ്പിൻ്റെ വിഷയത്തേക്ക് വരാം. ഒനീൽ പറഞ്ഞത് എത്രയാണ്? ഒറ്റ കണ്ടീഷൻ, പുരുഷന്മാരോട് മുഴുവൻ മാപ്പ് പറയണം. അടിപൊളിയില്ലേ? അതാ പറയുക, നോട്ട് എ റിഹാബിലിറ്റേഷൻ സെൻറ്റർ. അതായത് ഈ ട്രോമ കൊണ്ടുവന്ന് ഇറക്കി വെക്കാൻ പറ്റിയിട്ടുള്ള, ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ട്രോമ കൊണ്ടുവന്ന് ഇറക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ല ബിഗ് ബോസ്. വെരി നൈസ്. അവൻ നന്നായി. പിന്നെ മാപ്പ് പറയേണ്ട ആരോടൊക്കെയാണ്? അതാണ് ജനിച്ചവർക്കും മരിച്ചവർക്കും ഇനി ജനിക്കാനിരിക്കുന്ന പുരുഷന്മാർക്കും എല്ലാവർക്കും കൂടിയിട്ട് ലക്ഷ്മിയെ കൊണ്ട് മാപ്പ്. ലക്ഷ്മി മാപ്പ് പറഞ്ഞ് മെഴുകി വാരി മെഴുകാണ്. ബാക്കിയുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, ഇന്നെന്തോ ആ ഒരു മൂഡിലല്ലാത്തതുകൊണ്ട്. ലക്ഷ്മി എന്ത് മാപ്പ്? ഇജാതി മാപ്പോ? എന്ത് മാപ്പ്? വേൾഡ് മാപ്പ് ലക്ഷ്മി. മാപ്പോട് മാപ്പ്. എന്താ UK മാപ്പ് ലക്ഷ്മിയോ? അയ്യയ്യേ, പോട്ടെ. അത് കഴിഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയാ ആകെപ്പാടെ? പിന്നെ അവിടെ മസ്താനിയുടെ എവിക്ഷൻ അല്ലേ? യെസ്, കറക്റ്റ്. അവിടെ മസ്താനിയുടെ എവിക്ഷൻ ഉണ്ടായി. വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ കാര്യങ്ങൾ പറഞ്ഞ് മസ്താനിനെ എവിക്റ്റ് ചെയ്യുന്നു. മസ്താനിനെ എവിക്റ്റ് ചെയ്ത് മസ്താനി പുറത്തേക്ക് പോകുന്ന സമയത്ത് എനിക്കിന്ന് ത്രോട്ടിന് ഭയങ്കര സ്ട്രെയിൻ, എന്താണെന്നറിയില്ല, ഭയങ്കര പ്രശ്നം. ഭഗവാൻ, ഈ ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ എന്തെങ്കിലും വരികയാണെന്നറിയില്ല. സോറി കേട്ടോ, ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ നടക്കുന്ന രോഗചകമായി തോന്നാം, പക്ഷേ ഒരു ചെറിയ ഹെൽത്ത് കണ്ടീഷനാണ്, ക്ഷമിക്കണം. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഭയങ്കര സ്ട്രെയിൻ വരുന്നു. അപ്പോൾ മസ്താനിനെ എവിക്റ്റ് ചെയ്യുന്ന സമയത്ത് മസ്താനി അവിടുന്ന് പോകുന്നു. മസ്താനി നെവിനോടും പിന്നെ ഐ തിങ്ക് ലക്ഷ്മിനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ്സ് അപ് ടു ഹെർ. അവൾക്ക് ഇഷ്ടമാതിരി ചെയ്യാം, അവൾ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അവളുടെ ക്യാരക്ടർ എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഏറ്റവും ഒരു നോർമൽ കണ്ടീഷനിൽ പുറത്തു പോയിരുന്ന മസ്താനി, എനിക്ക് ആങ്കർ എന്നുള്ള കണ്ടീഷനിൽ വലിയ മതിപ്പൊന്നുമില്ല, നോർമൽ കണ്ടീഷനിൽ പോയിക്കൊണ്ടിരുന്ന മസ്താനി ഏറ്റവും കൂടുതൽ തരം നാറി കൊളായും കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഷീസ് ലോസ്റ്റ് എവറിത്തിങ്. അവർക്ക് ആകെ ചീഞ്ഞ് നാറിയിട്ടാണ് മസ്താനി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ ആരോടും കൈ കൊടുക്കാതെ ഇറങ്ങി വരുന്ന മസ്താനിയുടെ പുറകെ പ്ലീസ് മസ്താനി ക്ഷമിക്കൂ എന്നും പറഞ്ഞ് വാതിൽ വരെ ചെല്ലുന്ന ഷാനവാസിനിട്ടൊന്ന് കൊടുക്കാൻ തോന്നിക്ക്. സത്യം പറയാലോ, ചിലപ്പോൾ അയാളുടെ നല്ല മനസ്സിൻ്റെ ആയിരിക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. എത്രയൊക്കെ തെറ്റ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിലും പിരിയുന്ന സമയത്ത് ഓൺ എ ഗുഡ് നോട്ട് പിരിയാൻ, അല്ലെങ്കിൽ പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ആൾക്കാരായിട്ട്, അപ്പോൾ അവർ നല്ല രീതിയിൽ ഒരു പിരിഞ്ഞോട്ടെ എന്നുള്ള കണ്ടീഷനിൽ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടായിരിക്കാം ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കെന്തോ കണ്ട സമയത്ത് 40-45 വയസ്സായിട്ട് സീരിയൽ ഇത്രയധികം എസ്റ്റാബ്ലിഷായി, ബിഗ് ബോസിൽ വന്ന് ഇത്രയധികം ആൾക്കാർ ആദർശവും കാര്യങ്ങളൊക്കെ പറയുന്നത്, സ്വന്തമായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനും എല്ലാ കാര്യങ്ങൾക്കും തൻ്റെ ഉള്ള തണ്ടും തടിയുള്ള ആരോഗ്യമുള്ള കാണാനും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ എനിക്കൊരുപാട് പ്രതീക്ഷ, നമുക്കൊരുപാട് പ്രതീക്ഷയുള്ള ഒരു വ്യക്തി കൂടി ആയിട്ടുള്ള ഷാനവാസ് എന്ത് ആവശ്യത്തിനാണ് മസ്താനിയുടെ പുറകെ നടന്നിട്ട് വാതിലിൻ്റെ അവിടുന്ന് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ പുറത്തെത്തിയിട്ട് ഇൻ്റർവ്യൂ കിട്ടുന്ന സമയത്ത് മസ്താനിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണോ? ഐ ഡോണ്ട് നോ വൈ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വൈ ഹി ഷുഡ് ഡു ദാറ്റ്? പോട്ടെ, അവർ ലെറ്റ് ഹെർ ഗോ, ഇറങ്ങിപ്പോട്ടെ. അങ്ങനെ ചിന്തിച്ചുകൂടെ അവർക്ക്? അത് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ. അവിടെ ചെന്ന് ഷാനവാസ് പിന്നെയും പുറകെ നടക്കുന്നത് കണ്ടു. എന്തായാലും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത്ര. ലാലേട്ടൻ്റെ അടുത്ത് എത്തിയിട്ട് ഇവള് പറയാം, എനിക്ക് ആരും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലേ, ലാലേട്ടൻ്റെ അടുത്ത് എത്തിയിട്ട് മസ്താനി പറയുക വലിയൊരു പ്ലാറ്റ്ഫോമാണ് ലാലേട്ടൻ. ഓ അതെയോ, ആണോ? ലാലേട്ടൻ ചോദിക്കുക, ആണോ? അല്ല, ലാലേട്ടൻ ചോദിക്കേണ്ട അങ്ങനെയാണ്. മറ്റേ പഞ്ചാബി ഹൗസ് സിനിമയിൽ പിന്നെ ബിജു മേനോൻ പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ലാലേട്ട. അങ്ങനെ ഒരു തലാട്ട്, ഇങ്ങനെ ഒരു താട്ടിലാട്ടല്ല മറ്റേ പാവേൻ്റെ മാതിരി, വലിയൊരു പ്ലാറ്റ്ഫോമാണ് ലാലേട്ട. ആണോ? എടാ ഭയങ്കര എന്ന് ചോദിച്ചാൽ മാതിരി ചോദിക്കാൻ തോന്നി. അതാണ് ചോദിക്കേണ്ടത് അതിനോട്. അവളുടെ 13 അൺലക്കി നമ്പർ മണ്ണാൻ കേട്ട. അവനാണ് കർമ്മ ഇസ് എ ബൂമറാങ്, കർമ്മ ഇസ് റിയൽ, ദാറ്റ്സ് ഇറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ട് മസ്താനിയെ അവിടുന്ന് അടിച്ച് പാക്ക് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ ഇതും കൂടി പറഞ്ഞതിന് ശേഷം അതിനുശേഷം എന്താണ് ഹൗസിൽ നടന്നെന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഹോട്ടൽ ടാസ്ക് ഉണ്ട്. പിന്നെ മറ്റേ ആരൊക്കെ വരുന്നുണ്ടായിരിക്കാം എന്തായാലും. പിന്നെ ഒനീലും ലക്ഷ്മി തമ്മിലുള്ള കോൺവെർസേഷൻ, ലക്ഷ്മി വീണ്ടും താണുകയാണ്, മാപ്പ് പറയുന്നു. ഐ തിങ്ക് ഒനീൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. മാപ്പ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഐ ലൈക്ക് ഹിസ് ആറ്റിറ്റ്യൂഡ്. കാരണം വെച്ചാൽ ഫേസിൽ നോക്കാതെ
ഫേസിൽ നോക്കാതെയാണ്, ഫേസ് കൊടുക്കുന്നില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് മുഖത്ത് നോക്കിയിട്ട് സാരല്ല ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ചെയ്ത് തെറ്റില്ല അല്ല പറഞ്ഞു. ഹി ഡസൻ വോണ്ട് ഗീവ് ആ ഒരു ഐ കോൺടാക്റ്റ് പോലും ഒനിലിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ലക്ഷ്മിയോട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒനിലിന് താല്പര്യമില്ല. അത് വെരി നൈസ് ജസ്റ്റർ. അങ്ങനെ തന്നെ നോക്കട്ടെ, അതങ്ങനെ തന്നെ ഉണ്ട്, ഗെയിമല്ലേ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഒനിൽ പറഞ്ഞ വലിയ കാര്യം, ഞാൻ സ്ട്രോങ് ആണ്, എന്നെ അങ്ങനെ തകർക്കാൻ കഴിയില്ല. പക്ഷെ തകർന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിന് EMA പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് ജീവിതത്തിൽ ഒരാളുണ്ട്, അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്ത ഒരാളുണ്ട് ഇത്ര ഇങ്ങനെ ആരോപണം വന്നിട്ട്. ഇവ എന്താണ്? അരെ ഷീസ് അട്ടർ ബ്ലഡി ഫേക്ക്. ഐ ജസ്റ്റ് കൗണ്ട് ഓൺ മീ. അവർ നമ്മൾ ബിഗ് ബോസിനെ കണ്ടു ഏറ്റവും ഫേക്ക് പേഴ്സണാണ് ഇവള് ലക്ഷ്മി. അവൾ പറഞ്ഞ വർത്താനാണ്. ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്. അരെ ബ്ലഡി ഇഫ് യു ഹവ് സീൻ എ പേഴ്സൺ ലൈക്ക് ദാറ്റ് ഇൻ യുവർ റിയൽ ലൈഫ്, നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ വൈ വുഡ് യു ഡു ദാറ്റ് ടു എ പേഴ്സൺ? നിങ്ങളെ കൂടെ വീട്ടിൽ ജീവിക്കുന്ന ആളെ ഗെയിമിൻ്റെ പേരിൽ ഇത്രയധികം മോശമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുമോ? എനിക്ക് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായി, എനിക്കങ്ങനെ അനുഭവമുണ്ട്. ഒരാൾ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അടുത്ത ആളോട് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ അടുത്ത ആളോട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നീചനായ വ്യക്തി ഞാനാണ്, ഏറ്റവും ദുഷ്ടനായ ഒരു വ്യക്തി ഞാനാണ്, കണ്ണു ചെറില്ലാത്ത തെണ്ടി ഞാനാണ് അല്ലേ? ഇത് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. കോപ്ര മച്ചാൻ കണ്ണിൽ ചെറിയില്ലാത്ത തെണ്ടി ഞാനാണ്. അല്ല, ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ ലക്ഷ്മി പറയുകയാണ് ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, എന്നിട്ടും അയ്യയ്യയ്യയ്യേ മിഡ് വീക്ക് എവിക്ഷൻ കൊണ്ടുവരാൻ പറ്റുമോ ലാലേട്ടാ? ഐ ഡിമാൻഡ്, ഐ റിക്വസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പിന്നെ സീസണിലും ഒരാളെ ഇങ്ങനെ തോന്നിയിട്ടില്ല. റിയലി സോറി. ലക്ഷ്മിയുടെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ടു സേ ദിസ്. ഷീ ഹാസ് ടു ബി അവർ പബ്ലിക്, ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്നില്ല, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ തത്വങ്ങൾ വിളമ്പിയിട്ട് സ്വന്തം ജീവിതം കാണിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും മെസ്സേജും സമൂഹത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ നാലാൾക്കാർ കാണുക എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റിയൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തി അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് വരാതിരിക്കുക. അഭിനയിക്കാം, ഡാൻസ് കളിക്കാം, എന്ത് പരിപാടിയും ചെയ്യാം, പക്ഷേ റിയൽ ലൈഫ് എക്സാമ്പിൾ കാണിച്ചിട്ട് ഇങ്ങനത്തെ ആൾക്കാർ വരാതിരിക്കുക. ഷീ ഡസൻ ഡിസർവ് ഇറ്റ് ടു ബി ലൈക്ക് ദാറ്റ്. അത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലക്ഷ്മി ഒക്കെ പോട്ടെ, അത് കഴിഞ്ഞു. പിന്നെ ഡിസ്കഷനാണ് അകത്ത്. അനുമോളുടെ നന്മമരം കളി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഡാൻസ് കളിക്കാൻ പാടില്ലായിരുന്നു, അനുമോൾ ഡാൻസ് കളിക്കേണ്ട, ദാറ്റ്സ് ഇറ്റ്. അനുമോൾ അന്ന് കരഞ്ഞുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജിയാണ്. നന്മമരം അനുമോൾ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഗോൾഡ് കോയിൻ പരിപാടിക്കുക. പിന്നെ വളരെ ലാസ്റ്റ് നട്ടപ്പരിഞ്ഞ് എൻ്റെ ലൈവ് പരിപാടി നടക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ വരുമ്പോൾ രാവിലെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരിക്കാം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുമില്ല, എനിക്ക് റെനേൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഷീസ് ഹാവിങ് കഴിഞ്ഞ സീസണിലൊരു വ്യക്തി, ഓൾറെഡി ഒരാളായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, സീസണിൽ വന്നതിന് ശേഷം റിങ് കൊണ്ട് കയ്യിൽ കെട്ടിയിട്ട് വന്നിട്ടുള്ള വ്യക്തി എന്തൊക്കെ കോപ്രായങ്ങളാണ് ഉള്ളിൽ കിടന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചതെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രാവശ്യം വെറും 19 വയസ്സ്, അത്ര പ്രായമില്ല, 19 വയസ്സുള്ള റെന ഫാത്തിമ ഓൾറെഡി എന്താ ചക്കൻ്റെ പേര് ഞാൻ മറന്നു, ആലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുള്ളൊരു വ്യക്തി, ജെൻസി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കുട്ടി, എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തി കൂടിയായിട്ടുള്ള റെന ഫാത്തിമ. റെന ഇന്ന് ബെഡിൽ ഒരു ആര്യൻ്റെ ബെഡിൽ ഒരു ചെറിയ കുസൃതി ഒപ്പിച്ചു. എനിക്ക് എപ്പിസോഡിൽ നിന്നാണ് മനസ്സിലാവുന്നത്, അതിനനുസരിച്ചാണ് പറയുന്നത്. ലൈവിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ബെഡിൽ കിടക്കുകയാണ്, അതായത് ജിസേലും ആര്യനും കൂടി കിടക്കുന്ന ബെഡിൽ നെവിൻ കയറി കിടക്കുന്നു. ആര്യൻ വന്ന് നോക്കുന്ന സമയത്ത് നെവിൻ അവിടെ കിടക്കുന്നത് കാണുന്ന സംഭവം ചവിട്ടുന്നു. നെവിൻ മാറുന്നില്ല, ആര്യൻ നെവിനെ ചവിട്ടി, നെവിൻ മാറുന്നില്ല. അതിൽ ആര്യൻ നേരെ അപ്പുറത്തെ ബെഡിൽ പോയി കിടക്കുന്നു. അതിൽ നെവിൻ അവിടെ നിന്ന് മാറിയിട്ട് തൊട്ടപ്പുറത്ത് അനുമോളുടെ ബെഡ് കയറി കിടക്കുന്നു. റെന ഫാത്തിമ ആ സമയം അവിടെ ബെഡ് കയറി കിടക്കുന്നു. ആര്യൻ വന്ന് പറയുന്നു റെനോട് മാറാൻ. പക്ഷേ റെന അവിടെ മാറുന്നില്ല എന്ന് കണ്ടതിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റ് ആര്യൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ റെന ഫാത്തിമയുടെ മേലെ, നിങ്ങൾ എപ്പിസോഡിൽ കണ്ടില്ലേ, റെന ഫാത്തിമയുടെ മേലെ, അവളുടെ മേലെ കയറിയിട്ട് തൊടാതെ കൈ രണ്ടും കുത്തി അവളുടെ അപ്പുറവും കാലിട്ടിട്ട് നിന്നു. ആ കുട്ടിയുടെ റിഫ്ലെക്സ്, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് റെനേനെ ഞാൻ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ റിഫ്ലെക്സ് കൊണ്ട് ആ കുട്ടിക്ക് അവൻ്റെ അപ്പുറത്ത്, അതാണ് ഞാൻ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻറ്റിനും കൂടി ഞാൻ ഇതിൽ ഒരു എക്സാമ്പിളായിട്ട് ഇട്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ആ കുട്ടി പെട്ടെന്ന് അവിടുന്ന് റിഫ്ലെക്സിൽ എണീറ്റ് ഒറ്റടിക്ക് ആരും കണ്ടു ആദ്യം കാലിട്ട് നിന്നപ്പോൾ സമയത്ത് കുട്ടി ചാടി എണീറ്റ് അവിടുന്ന് ഇറങ്ങിയിട്ട് പുറത്ത് ബിന്നിയുടെ അടുത്ത് പോയി കിടന്നിട്ട് സ്വകാര്യമായിട്ട് ബിന്നിനോട് സംസാരിച്ച അവസാനം കരയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഐ റിയലി ഫെൽറ്റ് സോറി ഫോർ ഹെർ. ദാറ്റ് വാസ് വെരി ബാഡ് ഫ്രം ആര്യൻ്റെ ഭാഗത്തുനിന്ന്. വളരെ മോശപ്പെട്ടുള്ള കാര്യം. ലാലേട്ടാ വരൂ, ഈ ആഴ്ച ചോദിക്കൂ, അത് ചോദിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇത് ഒരു പക്ഷേ ചിലപ്പോൾ റെന പേടിച്ച കാര്യം എന്താണെന്നറിയോ, മുഴുവൻ ഔട്ട് പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
ഈ സംഗതി പോവാതെ ഇങ്ങനെ ആ കാലിങ്ങനെ ഇട്ട് നിൽക്കുന്ന സംഭവം മാത്രമാണ് റെന പറയുന്ന കാര്യം. റെന അതാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ ഡയറക്ടേഴ്സിന് എവിടേക്കോ കണ്ണിച്ചോരുണ്ട് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് മാത്രം വിട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും ആൾക്കാർ ഭയങ്കര ചർച്ചാ വിഷയമാക്കും, അല്ലെങ്കിൽ ഇത് ചർച്ചാ വിഷയമാവും. പക്ഷെ ഇതിൽ ചർച്ചാ വിഷയം ആവേണ്ടത് ഈ രീതിയിലാണ്. റെന ആ ഒരു റിഫ്ലെക്സിൽ റെസിസ്റ്റ് ചെയ്ത് അവിടുന്ന് ഓടി, ആ ബെഡിൽ നിന്ന് റെസിസ്റ്റ് ചെയ്ത് ഓടി. ആര്യൻ അവിടെ വിജയിച്ചു, ആര്യൻ കയറി കിടന്നു. ഇതാണ് പറഞ്ഞാൽ ആ ചെക്കൻ്റെ ചില സമയത്ത് കോപ്രായം കാണുന്ന സമയത്ത് എന്താ അവൻ ചെയ്ത് ശരിയായി എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. റെന പോയി കരഞ്ഞു. ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തേക്ക് എന്ത് കാണിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം റെന കരയുന്നത്. ഷീ വുഡ് ഹാവ് എനിബഡി വുഡ് ഹാവ് ക്രൈഡ്. ഏതൊരു നല്ല കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ് കുടുംബം. ഇനിയും കുടുംബം ഞാനും എടുത്തിട്ടുള്ളൂ, സോറി. അതായത് ഏതൊരു നല്ലൊരു പെൺകുട്ടി, പുറത്തൊരു ലവറുള്ള, തൻ്റെ ലവറോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു പെൺകുട്ടി ഒരിക്കലും അത് മാത്രമേ ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് ടെൻഷൻ വന്നു പോകും. കാരണം ഇതൊക്കെ എങ്ങനെ വേറെ പുറത്ത് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ബെഡും ആര്യനും ജിസയിലും എല്ലാം കൂടി നൊട്ടോറിയസ് ആണ്, ഫേമസ് അല്ല, കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കട്ടിലും കിടക്കിയും ആൾക്കാരുമാണ് അതുള്ളത്. എന്തായാലും എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം പറയാം. സത്യം പറഞ്ഞാൽ അത് പേടിച്ചു പോയി അല്ലേ? യെസ്, ഒരുപാട് ഡിലേ ഭഗവാനെ, 30 മിനിറ്റോ, അയ്യോ സോറി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് റിവ്യൂ. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ലൈവിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നത് അറിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.